ഈ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിന് ഇവരുടെ ആദ്യത്തെ 3 മാസം ശരിക്കും പറഞ്ഞ ഭ്രൂണാവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോർമേറ്റീവ് സ്റ്റേജിലാണ് നമ്മുടെ ഭ്രൂണം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അവസരത്തിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി മരുന്നുകൾ, ഇതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ച് മാത്രമേ ഈ ആദ്യത്തെ 3 മാസം ചെയ്യാവുള്ളൂ എന്നുള്ളത് ശാസ്ത്രീയമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. കോവിഡ് സമയത്ത് നമ്മൾ ഒട്ടനവധി മരണങ്ങൾ നമ്മൾ കാണാനിടയുണ്ടായി. ഇതിൻ്റെ ഇത്രയും ആളുകൾ മരിക്കാനിടയായ കാരണങ്ങൾ ഒരെണ്ണം ഈ രക്തം കട്ടപിടിച്ച്, ധമനിയിൽ കട്ടപിടിച്ച് അതനുസരിച്ചുണ്ടായ കോംപ്ലിക്കേഷൻ്റെ പുറത്താണെന്നും, ഈ വിസ്ഡം ടൂത്തിൻ്റെ സർജറി കോംപ്ലിക്കേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് സാധാരണ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 23-25 വയസ്സിനിടയ്ക്ക് വരുന്ന പല്ലാണ്. നമ്മളുടെ വായിൽ 32 പല്ലുകൾ കാണേണ്ടതിനകത്ത് ഏറ്റവും അവസാനം വരുന്ന 4 പല്ലുകളാണ് മേളിലും താഴെയായിട്ട് ഈ പറഞ്ഞ വിസ്ഡം ടൂത്ത് എന്ന് പറയും. ഈ വേദന സംഹാരികൾ എന്ന് പറയുന്ന പൊതുവെ ഇതെല്ലാം ഒരു അസിഡിക് നേച്ചറുള്ള മരുന്നുകളാണ്. അപ്പോൾ വളരെ ലോലമായ നമ്മളുടെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവരിൽ, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അസിഡിസിറ്റി പ്രോബ്ലം ഉള്ള ആളുകളിൽ ഈ വെറും വയറ്റിലേക്ക് ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസിഡിസിറ്റി കൂടുകയും അതനുസരിച്ചുള്ള എരിച്ചിലും അസ്വസ്ഥയും കൂടുകയും ചെയ്യും. ഹായ്, ഹലോ, നമസ്കാരം. ഡോക്ടർ ടോക്കിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡന്റും സീനിയർ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജനുമായിട്ടുള്ള ഡോക്ടർ ഈപ്പൻ തോമസ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വെൽക്കം ടു നമ്മുടെ ഡോക്ടർ ടോക്ക്. ഓക്കെ ഡോക്ടർ, നമുക്ക് പല്ലെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതെല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓഡിയൻസിൻ്റെ ഡൗട്ട്സ്, കാര്യങ്ങൾ എല്ലാം നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ പല്ലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ സമയത്ത് ഡോക്ടർ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ചോദിക്കും. അതായത് നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെൻറ്റൽ റിലേറ്റഡ് ഒരു രോഗത്തിന് എന്തുകൊണ്ടാണ് മറ്റ് അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയേണ്ടി വരുന്നത്? തീർച്ചയായും വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ ദന്ത ചികിത്സയ്ക്കായിട്ട് ക്ലിനിക്കിൽ വരുന്ന ഏതൊരു പേഷ്യൻ്റാണെങ്കിലും അവരുടെ അസുഖ വിവരങ്ങളും അവർ കഴിക്കുന്ന മരുന്നിൻ്റെ വിവരങ്ങളും ഒരു കാരണവശാലും ഒളിച്ചു വെക്കില്ല. പൂർണ്ണമായും ഡോക്ടറോട് വെളിപ്പെടുത്തേണ്ടതാണ്. കാരണം പല ദന്ത ചികിത്സകൾക്കും ഇതുപോലെ മരുന്നുകൾ കഴിക്കുന്നവർ അല്ലെങ്കിൽ അസുഖങ്ങളുള്ളവർക്കും ദന്ത ചികിത്സയിൽ വേണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ചികിത്സയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ക്രമീകരണം നടത്തിയെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അസുഖ വിവരങ്ങളും രോഗലക്ഷണങ്ങളും അല്ല അതനുസരിച്ചുള്ള മരുന്നുകളുടെ വിവരങ്ങളും ഡീറ്റെയിൽസും കഴിക്കുന്നതെല്ലാം ഡോക്ടറോട് തീർച്ചയായിട്ടും പറയണം. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ചികിത്സ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈദഗ്ധ്യവും പാണ്ഡിത്യവും ദന്ത ഡോക്ടർമാർക്കുണ്ട്. പക്ഷേ നിങ്ങൾ അറിയിക്കണം. അവരറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കതനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെയുള്ള എല്ലാ ക്രമീകരണങ്ങളോടും കൂടി കംഫർട്ടബിളായിട്ട് ദന്ത ചികിത്സ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛന്, അതായത് 1 വർഷം മുന്നേ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ആൾ. അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആയതിനു ശേഷം ഒരു ടൂത്ത് റിലേറ്റഡ് കാര്യത്തിന് വേണ്ടിയിട്ട് ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് എന്താ പറയുക, മരുന്നുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുക, അതുമാത്രമല്ല ഡോക്ടേഴ്സിൻ്റെ ഏറെക്കുറെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെയൊക്കെ കുറിപ്പുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ള പേഷ്യൻസ് അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അവരുടെ ആ ഒരു ആരോഗ്യത്തിന് സുരക്ഷയ്ക്കും വേണ്ടി തന്നെ കുടിക്കുന്ന മരുന്നുകളൊക്കെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിൽ അവരുടെ രക്തം കട്ട പിടിക്കുന്നതിനനുബന്ധിച്ചുള്ള ഒത്തിരി പാർശ്വഫലങ്ങളും കോംപ്ലിക്കേഷനും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള മരുന്നുകൾ പല ഹൃദയരോഗങ്ങൾക്കും ഡോക്ടർ പേഷ്യൻസിന് കുറിക്കാറുണ്ട്. അതായത് എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ, അല്ലെങ്കിൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലൻസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകളാണ്. ഇത് രോഗിയുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെയും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ നമ്മൾ പല്ലെടുക്കുകയോ അല്ലെങ്കിൽ വായിൽ മുറിവുണ്ടാക്കുന്ന ഏതെങ്കിലും ചികിത്സകൾ ചെയ്യുമ്പോൾ അവിടുന്ന് രക്തം കട്ട പിടിക്കാനുള്ള കാലതാമസം വരികയും അല്ലെങ്കിൽ ഇറ്റിറ്റായിട്ട് പിന്നെയും രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു ദന്തചികിത്സ അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ച് നടത്തും. ചിലപ്പോൾ ആ മരുന്നുകൾ ഒരു 4 ദിവസം 5 ദിവസത്തേക്ക് നിർത്തിയിട്ട് പല്ലെടുത്തോളാൻ പറയും. അല്ലെങ്കിൽ അതനുസരിച്ച്
അല്ലെങ്കിൽ അത് നിർത്താതെ ചെയ്യാൻ പറയും. അത് പ്രകാരം നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആ കുറിപ്പ് പ്രകാരം തന്നെ വേണം നമ്മൾ ഈ ചികിത്സാ രീതി നടത്താനായിട്ട്. ഇല്ലെങ്കിൽ ബ്ലീഡിങ് പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അതാണ് അവരിലുള്ള കാര്യം. പിന്നെ നമ്മൾ പലപ്പോഴും പേഷ്യൻസ് ഇത് പറയാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദവിവരങ്ങളും ഈ പേഷ്യൻറ്റിൻ്റെ ഫിറ്റ്നസ്സും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് നമ്മൾ കത്തെഴുതാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ പത്രിക പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് ആ പേഷ്യൻറ്റിന് ഇത് ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് പോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടും പ്രാവർത്തിക ബുദ്ധിമുട്ടിലൊക്കെ വെച്ചുകൊണ്ട് പലപ്പോഴും പലരും ഇക്കാര്യങ്ങൾ പറയാനായിട്ട് മടിക്കും. അത് ചിലപ്പോൾ പിന്നീട് കോംപ്ലിക്കേഷൻസിൽ വരാം. കാരണം ഡോക്ടറുടെ ഡോക്ടറുടെ ഈ കാര്യം വെളിപ്പെടുത്താതെയും മുന്നോട്ട് ചികിത്സകൾ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രാവർത്തിക ബുദ്ധിമുട്ട് സ്വന്തം ആരോഗ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ദന്തചികിത്സ സുഗമമായിട്ടും കംഫർട്ടബിളായിട്ടും ചെയ്യാൻ വേണ്ടിയുമാണെന്നുള്ള വസ്തുത മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തന്നെ ദന്ത ഡോക്ടറെ സമീപിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി അവർ പറയുന്ന വിധം കാണേണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരിൽ നിന്നുള്ള ഒരു ഫിറ്റ്നസ് കിട്ടി മാത്രം ഇതുപോലുള്ള പ്രൊസീജിയറുകൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഈ കോവിഡ് ബാധിച്ച ഒരുപാട് പേരുണ്ട്. COVID-19 ആ ഒരു പാൻഡമിക് സിറ്റുവേഷന് ശേഷം. ഇപ്പോൾ എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്ന് ഇരിക്കുക. അപ്പോൾ ഞാനൊരു ഡെൻറ്റിസ്റ്റിനെ കാണുകയാണ്, എനിക്ക് പല്ലെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. എനിക്ക് നേരത്തെ കോവിഡ് ഉണ്ടായിരുന്നു എന്ന് ആ ഡോക്ടറിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോവിഡ് സമയത്ത് നമ്മൾ ഒട്ടനവധി മരണങ്ങൾ നമ്മൾ കാണാനിടയുണ്ടായി. ഇതിൻ്റെ ഇത്രയും ആളുകൾ മരിക്കാനിടയായ കാരണങ്ങൾ ഒരെണ്ണം ഈ രക്തം കട്ട പിടിച്ച് ധമനിയിൽ കട്ട പിടിച്ച് അതനുസരിച്ചുണ്ടായ കോംപ്ലിക്കേഷൻ്റെ പുറത്താണെന്നും ശ്വാസകോശത്തുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശം കൊണ്ടാണെന്നൊക്കെയെല്ലാം നമ്മളന്ന് ബോധിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ കോവിഡ് ബാധിച്ച് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് എടുത്ത് ചികിത്സിക്കേണ്ടി വന്നിട്ടുള്ള ഒരുമാതിരിയുള്ള എല്ലാ രോഗികൾക്കും ആ ഒരു ചികിത്സാ കാലയളവിൽ ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു റുട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലാത്തതുകൊണ്ട് ഇതിന് കോവിഡിന് ശേഷം റിക്കവർ ചെയ്ത പേഷ്യൻസ് പോലും ഇത് പിന്നീട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെയും ഈ മരുന്നുകൾ തുറന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്ന് പോലും അറിയാതെ രോഗികൾ കഴിക്കുകയും ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുള്ള വസ്തുത പല്ലെടുക്കുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യുന്ന ദന്തൻ ഡോക്ടറുടെ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതനുസരിച്ചുള്ള ബ്ലീഡിങ്ങും അതനുസരിച്ചുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാകും. അതാണ് ഈ പറഞ്ഞ കോവിഡ് സമയത്തുള്ള കാര്യങ്ങളിൽ. ഒന്ന്, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. രണ്ട്, അതല്ല കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് ദന്ത ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ള മാർഗ്ഗങ്ങൾ ഡോക്ടർ സ്വീകരിച്ചോളും. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒത്തിരി തൈറോയ്ഡ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഡെൻ്റൽ റിലേറ്റഡ് എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഈ തൈറോയ്ഡ് എന്ന് പറഞ്ഞ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇത് രണ്ട് തരത്തിലാകാം. ഒന്ന്, നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ കുറവ്, അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കും. രണ്ട്, തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് ക്രമാതീതമായി നമ്മുടെ ശരീരത്തിലുള്ളപ്പം ഹൈപ്പർ തൈറോയിഡ്. ഈ ഹൈപ്പോ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ അല്ലെ ശരീരത്തിൽ കുറയുന്നതിൻ്റെ പേരിൽ അങ്ങനത്തെയുള്ള പേഷ്യൻസിന് നമ്മൾ ദന്ത ചികിത്സ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ദന്തൽ സർജറി ചെയ്യുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ നമ്മളുടെ രോഗിയുടെ അവസ്ഥ ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിൽ, അതായത് അമിതമായ തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുള്ളതിൻ്റെ അളവിൻ്റെ പുറത്ത് ആണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യേകം അത് ഗൗരവമേറി തന്നെ കാണേണ്ടതാണ്. അതനുസരിച്ചുള്ള ചികിത്സകൾ ദന്ത ക്ലിനിക്കുകളിൽ ചെയ്യുന്നത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ അതിന് വേണ്ടുന്ന എല്ലാവിധ പ്രിക്കോഷൻസും അല്ലെങ്കിൽ എല്ലാ പ്രതിവിധികളും എടുത്തുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പം പേഷ്യൻസിന് പലപ്പോഴും പലർക്കും അറിയില്ല അവരുടെ അസ്വസ്ഥത അല്ലെങ്കിൽ അസുഖം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡാണോ ഹൈപ്പർ തൈറോയിഡാണോ എന്നുള്ളതാണ്. അത് അങ്ങനെ രണ്ട് തരം ഉണ്ടെന്നുള്ളത് പോലും പലർക്കും അറിയില്ല. അപ്പം കഴിക്കുന്ന ഗുളികകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഡോക്ടറുടെ കുറിപ്പടി കാണിച്ചാലും ഈ ദന്ത ഡോക്ടർക്ക് വളരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് ഹൈപ്പോ തൈറോയിഡാണോ ഹൈപ്പർ തൈറോയിഡാണെന്ന്. ഹൈപ്പോ ആണെങ്കിൽ നമുക്ക് ചികിത്സ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. ഹൈപ്പർ ആണെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ ചികിത്സ സൗകര്യത്തോടു കൂടി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ച് അതനുസരിച്ചുള്ള ഹോർമോൺ ലെവൽസ് കൺട്രോൾ ചെയ്ത് മാത്രമേ ചികിത്സ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിന് പല്ലെടുക്കുന്നതിലും അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ഈ ഗർഭസ്ഥാവസ്ഥയിലിരിക്കും, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിനും ഇവരുടെ ആദ്യത്തെ 3 മാസം ശരിക്കും പറഞ്ഞ ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോർമേറ്റീവ് സ്റ്റേജിലാണ് നമ്മുടെ ഭ്രൂണം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അവസരത്തിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി മരുന്നുകൾ ഇതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ച് മാത്രമേ ഈ ആദ്യത്തെ 3 മാസം ചെയ്യാവുള്ളൂ എന്നുള്ളത് ശാസ്ത്രീയമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ സ്ട്രെസ്സ് കണ്ടമാനം വരുന്നതും ഇതേപോലെ നമുക്ക്, കാരണം ആ ഒരു അവസരത്തിൽ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ
പല്ലിൻ്റെ കാര്യം മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം കൂടി നോക്കേണ്ട അത്യാവശ്യം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ചികിത്സ എപ്പോഴും ഒരു സ്വീകാര്യമായിട്ടുള്ള ഗർഭാവസ്ഥ ഇരിക്കുമ്പം ആദ്യത്തെ 3 മാസവും അവസാനത്തെ 3 മാസവും ഈ സ്ട്രെസ് കണ്ടമാനം ഉണ്ടാക്കുന്ന ദന്ത ചികിത്സകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം. രണ്ടാമത്തെ, അതായത് 4, 5, 6 മാസങ്ങളിൽ ഈ ചികിത്സകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ പേഷ്യൻസൊക്കെ എത്രത്തോളമാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കുമോ ഡെൻ്റൽ റിലേറ്റഡ്, ഇപ്പോൾ പല്ലെടുക്കാനൊക്കെ വരുന്ന സമയത്ത്? അത് അവർക്ക് ഡയറക്റ്റായിട്ട് ഡെൻ്റൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, നമ്മുടെ ഏറ്റവും അവസാനത്തെ നമ്മളുടെ ശുചീകരിച്ചുള്ള എല്ലാ സാധനത്തിനെയും വെളിയിലേക്ക് വിസർജിച്ച് തള്ളുന്ന ഒരു ഓർഗനാണ്, നമ്മുടെ മെയിൻ ഒരു ഫിൽറ്ററാണ് ശരീരത്തിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ഈ കിഡ്നിക്ക് നമ്മൾ അതനുസരിച്ചുള്ള അസ്വസ്ഥതകളോ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫിൽറ്റർ നേരും വിധം വർക്ക് ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഉപയോഗിക്കുന്ന ഇതിൻ്റെ മരുന്നുകളെല്ലാം ഉപയോഗത്തിന് ശേഷം ഇതുവഴി ഫിൽറ്റർ ചെയ്ത് പോകേണ്ടതാണ്. അത് ഫിൽറ്റർ ചെയ്ത് വെളിയിൽ പോകാതിരിക്കുകയും അത് വീണ്ടും കെട്ടിക്കിടക്കുകയും അതിന്മേലുള്ള ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസും ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റുകളും നമുക്കിതുണ്ടാകും. അപ്പം കിഡ്നി അസുഖം ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുള്ള പേഷ്യൻസിൽ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടേഴ്സ് എല്ലാവർക്കും അറിയാം. കാരണം അതിനകത്ത് ഈ NSAIDs എന്ന് പറയുന്നത് വേദന സംഹാരികൾ ചില ഐറ്റംസ് അല്ലെങ്കിൽ ചില കാറ്റഗറികൾ മാത്രമേ നമ്മൾ സാധാരണ വൃക്കരോഗമുള്ളവർക്ക് നിർദ്ദേശിക്കാറുള്ളൂ. അതെല്ലാം കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നതാണ്. അപ്പം വൃക്കരോഗമുള്ളവർ ഇതേപോലെ തന്നെ ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ അതനുസരിച്ച് അവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതനുസരിച്ചുള്ള ദന്ത ചികിത്സയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് സർജറി പോലുള്ള അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന അതുപോലത്തെയുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് മരുന്നുകൾ ഒട്ടനവധി എഴുതി വിടേണ്ട എല്ലാ ദന്ത ചികിത്സയും ഇതുപോലെ തന്നെ വേണം ചികിത്സിക്കാൻ. ഓക്കെ. അപ്പോൾ ഈ കരൾ രോഗബാധിതരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ പല്ലെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ? ഉണ്ട്. കാരണം ഈ കരൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്ക ഒരു വലിയൊരു പ്രധാന അവയവം എന്ന് പറയുന്ന പോലെ തന്നെ കരളിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെയൊക്കെ ആണെങ്കിലും പല ഉള്ളിലത്തെ നമ്മുടെ ആന്തരിക ഘടനകളും എല്ലാം ഈ കരളിൻ്റെ നോർമലായിട്ടുള്ള ഒരു കരളിൻ്റെ ഫങ്ഷൻ നോർമലായിട്ട് നടന്നാൽ മാത്രമേ ഇതെല്ലാം സംയോജിപ്പിച്ച് നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള പ്രവർത്തനം നല്ല ക്ലീനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു അസുഖം ബാധിച്ചൊരു കരളിന് സ്വാഭാവികമായിട്ടും 2 രീതിയിലാകാം അസുഖം എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഒരു മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റൈറ്റിസ്, അതുകൊണ്ടും കരളിൻ്റെ ആ ഒരു ഫങ്ഷനെ ബാധിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഹെപ്പറ്റൈറ്റിസ് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസുഖം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരക്കാവുന്ന ഒരു സാംക്രമിക രോഗം പോലെ അങ്ങോട്ടും പരക്കാവുന്ന ഒരു ചാൻസ്, അതാണ് ഒരു പോസിബിൾ കോംപ്ലിക്കേഷൻ. രണ്ടാമതെന്ന് വെച്ചാൽ കരളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒത്തിരി ഹോർമോൺസ് ആണെങ്കിലും ഒത്തിരി നമ്മളുടെ ബ്ലഡ് കട്ട പിടിക്കാനും ക്ലോട്ട് ചെയ്യാനും ആവശ്യമായ ഒത്തിരി ഘടകങ്ങൾ കരളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി മരുന്നുകളുടെ ആ ഒരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നതും കരളിലാണ്. അപ്പം പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ലാത്തൊരു കരളിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ഈ മരുന്നുകളുടെ എല്ലാം ടോക്സിക് എഫക്റ്റ് നമ്മളുടെ ശരീരത്തിൽ ബാധിക്കാം. അതോടൊപ്പം തന്നെയും ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പോലുള്ള രക്തം കട്ട പിടിക്കേണ്ട ഭാഗങ്ങളുടെ അവിടെ ഒരു ഫോർമേഷൻ വരാത്തതിൻ്റെ പുറത്ത് നമുക്ക് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ടാവാം, രക്തസ്രാവം ഉണ്ടാകും. ഇതൊക്കെ കരൾ രോഗം സംബന്ധിച്ച് വരാവുന്ന സാധ്യതകളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെയൊക്കെ അതായത് കരളിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ കുറിച്ച് തന്ന് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ഈ സർജിക്കൽ പ്രൊസീജിയർ, പ്രത്യേകിച്ച് ഇതൊക്കെ കൂടുതലും നമ്മൾ മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മരുന്നുകൾ എഴുതേണ്ട ദന്ത ചികിത്സകൾക്കാണ് ഇതെല്ലാം കൂടുതൽ ബാധകമാകും. അതായത് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആണ്, ഏതെങ്കിലും രോഗം റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഒരു ഡെൻ്റൽ ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ അതെല്ലാം പറയണം എന്നുള്ളത്. പറയണം, തീർച്ചയായും. നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു രോഗമായിരിക്കാം ചിലപ്പോൾ ദന്ത ചികിത്സയ്ക്ക് അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ ദന്ത ചികിത്സ എന്നല്ല ഏത് ആതുര സേവനത്തിൽ ഏത് ചികിത്സയാണ് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ നിസ്സാരമാണെന്ന് കാണുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനവും ആ ദന്ത ഡോക്ടർക്കുണ്ട്. അപ്പോൾ വെളിപ്പെടുത്തലും അതനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ചികിത്സയിൽ വരുത്തി ചികിത്സ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാം, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ. ഓക്കെ. അതുപോലെ തന്നെ ഓറൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്യാൻസർ പേഷ്യൻസിന് എങ്ങനെയാണ് ഈ ടൂത്ത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ വദനാർബുദം എന്ന് പറയുമ്പോൾ അതിനുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് പല രീതിയിൽ ചികിത്സയുണ്ട്. അതിനകത്ത് ചിലപ്പോൾ സർജറി മാത്രമായിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. വേറെ ദന്ത ചികിത്സ ചെയ്യുന്നതിന് റേഡിയേഷൻ ചികിത്സ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. കീമോതെറാപ്പി വഴിയും ചികിത്സ ചെയ്യാം. ഈ 3 വിധത്തിലാണ് ഏത് അർബുദങ്ങളെയും ചികിത്സിക്കുന്നത്.
ഈ കീമോതെറാപ്പി വഴി ഓറൽ ക്യാൻസറിന് ചികിത്സ തേടിയിട്ടുള്ള രോഗികൾക്ക് അവരുടെ ബ്ലഡ് കൗണ്ടും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നോർമലാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നോർമൽ പേഷ്യൻറ്റിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ ദന്ത ചികിത്സ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളുടെ ഈ ഓറൽ ക്യാൻസറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ക്യാൻസറിനെ അനുബന്ധിച്ച് റേഡിയേഷൻ മൂലം ചികിത്സ എടുത്തിട്ട് രോഗികൾക്കാണെങ്കിൽ ഈ റേഡിയേഷൻ്റെ ഒരു പ്രോബ്ലം കാര്യം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമെങ്കിലും അതോടൊപ്പം തന്നെ അതിന് ചുറ്റുവട്ടമുള്ള നല്ല കോശങ്ങളും അതനുസരിച്ച് അസ്ഥി പോലുള്ള ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ള ഒരു ദൂഷ്യഫലങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു അങ്ങനെയുള്ള പേഷ്യൻസിൽ പ്രത്യേകിച്ച് മുറിവുണ്ടാക്കുന്ന കാര്യങ്ങൾ പല്ലെടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഏത് മുറിവുണ്ടായാലും അവിടെ കരിവിന് വേണ്ടുന്ന അവശ്യ ഘടകങ്ങളുണ്ട്. ആ അവശ്യ ഘടകങ്ങളെല്ലാം അവിടെ എത്തുന്നതും ആ സമയത്ത് അവിടെ മുറിവ് കരിയിക്കാൻ സഹായിക്കുന്നതെല്ലാം ഈ രക്തധമനികളിൽ കൂടിയുള്ള ഓട്ടങ്ങളും അതനുസരിച്ചുള്ള കോശങ്ങൾ അവിടെ എത്തുന്നതുമാണ്. ഇപ്രകാരമുള്ള സർക്കുലേഷനൊക്കെ റേഡിയേഷൻ എടുത്ത രോഗികളിൽ വളരെയധികം ഡിഫക്റ്റീവാകും, ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ ആ മുറിവുള്ള ഭാഗത്തേക്ക് വേണ്ടുന്ന വിധത്തിലുള്ള മുറിവിൽ സഹായിക്കുന്ന ഭാഗങ്ങൾ ഘടകങ്ങൾ എത്താൻ പറ്റാതെ വരികയും അവിടെ വലിയൊരു ഇൻഫെക്ഷനും അതിനുശേഷം ആ ഭാഗത്തെ അസ്ഥി ജീർണിക്കുകയും അതനുസരിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞ രോഗികളെ അതിന് വേണ്ടുന്ന വിധത്തിൽ ചികിത്സിക്കാവുന്ന മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻ ജനറൽ പൊതുവായിട്ട് റേഡിയേഷൻ അനുഭവിച്ച അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞ രോഗികളുടെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസും അതിന് വേണ്ടുന്ന കരുതൽ നടപടികൾ ദന്ത ഡോക്ടർക്ക് അറിയാം എങ്ങനെ ചെയ്യണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അതനുസരിച്ചുള്ള ചികിത്സകളുടെ ക്രമീകരണങ്ങൾ വരുത്തി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇനി ഏറ്റവും വലിയ ഒരുപാട് പേര് കടന്നു വന്നൊരു സിറ്റുവേഷനാണ് ഈ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി ആളൊരു പ്രശ്നക്കാരനാണല്ലേ. അപ്പോൾ ഈ വിസ്ഡം ടൂത്ത് സർജറി കോംപ്ലിക്കേറ്റഡ് ആണോ? ഈ വിസ്ഡം ടൂത്തിൻ്റെ സർജറി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഇത് സാധാരണ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 23-25 വയസ്സിനിടയ്ക്ക് വരുന്ന പല്ലാണ്. നമ്മളുടെ വായിൽ 32 പല്ലുകൾ കാണേണ്ടത്. അതിനകത്ത് ഏറ്റവും അവസാനം വരുന്ന 4 പല്ലുകളാണ് മേളിലും താഴെയായിട്ട് ഈ പറഞ്ഞ വിസ്ഡം ടൂത്ത് എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ ചില ആളുകളിൽ ഈ അവസാനത്തെ പല്ല് വരുമ്പോൾ ഈ താടിയലിൽ മേൽത്താടിയലിലാണെങ്കിലും കീഴ്ത്താടിയലിലാണെങ്കിലും ബാക്കിയുള്ള പല്ലുകൾ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ മിച്ചം ഇടം ഇല്ലാതെ വരികയും അങ്ങനെ വരുമ്പോൾ ഈ പല്ലിന് മുളച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് അസ്ഥിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയും അല്ലെ ഭാഗികമായി മാത്രം മുളച്ചു വന്ന് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ തരികയും അതിൻ്റെ പുറത്തുള്ള ദശ ഇൻഫെക്ഷൻ വരികയും ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. മേളത്തെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിക്കുമ്പോൾ ദശ അതിനകത്ത് പെട്ടുപോകുന്നു. ശുചിത്വം പാലിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. കൂടെ അതിന് ചുറ്റുമുള്ള ആ ഒരു ദശയുടെ ചുറ്റും ഇൻഫെക്ഷൻ വരുന്നു. പിന്നെ ഇങ്ങനെയുള്ള പല പല കോംപ്ലിക്കേഷൻസും ഈ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വിസ്ഡം ടൂത്തിനെ കൊണ്ട് ഉണ്ടാവാം. അപ്പം വിസ്ഡം ടൂത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ തരുമ്പോൾ തീർച്ചയായിട്ടും അത് എടുത്ത് മാറ്റേണ്ടത് തന്നെയാണ്. വിസ്ഡം ടൂത്ത് എടുക്കുന്ന ഒരു സർജറി ഒരു മൈനർ സർജറി തന്നെയാണ്. കുത്തിവെച്ച് മരവിപ്പിച്ചതിന് ചെയ്യാവുന്നതാണ് ഒട്ടുമിക്ക കേസുകളിലും. അത് അങ്ങേയറ്റം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന കേസുകൾ ഒരു കുത്തിവെച്ച് മരവിപ്പിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് ഓപ്പറേഷൻ ചെയ്ത് സർജറി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അതാണ് വിസ്ഡം ടൂത്ത് സർജറിയും അതിൻ്റെ സർജറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത് സർജറി എന്ന് പറഞ്ഞാൽ വിസ്ഡം ടൂത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ വേരിൻ്റെ അറ്റത്തായിട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഞരമ്പുണ്ട്. ആ ഞരമ്പ് കീഴ്ത്താടിയിലെ പല്ലുകൾക്കെല്ലാം ഇവിടുത്തെ ചുണ്ട് ഈ ഭാഗത്തിനെല്ലാം സപ്ലൈ തരുന്ന സെൻസേഷൻ നൽകുന്ന ഞരമ്പാണ്. ഈ ഞരമ്പുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്നാണ് ഈ വിസ്ഡം ടൂത്തിൻ്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിസ്ഡം ടൂത്തിൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഞരമ്പുകൾക്ക് ചെറിയ രീതിയിലുള്ള ചതവ് അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവാം. കാരണം അങ്ങനെ വരുമ്പോൾ ആ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളിൽ ഭാഗികമായ ഒരു താൽക്കാലികമായ മരവിപ്പ് നിലനിന്നേക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. അത് രോഗികൾ നോക്കുമ്പോൾ ഇതെന്തായി ചുണ്ട് മരവിച്ചു എല്ലാം. പക്ഷേ എല്ലാ വിസ്ഡം ടൂത്തിൻ്റെ കേസുകളും ഉണ്ടാവാറില്ല. അത് എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റും ഇതിന് ഈ പറഞ്ഞ ഒരു ഞരമ്പിനെ മരവിപ്പിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പം ഇത് ഒരു വിസ്ഡം ടൂത്ത് എടുക്കുമ്പോൾ ആഴത്തിൽ കിടക്കുന്ന ഒരു വിസ്ഡം ടൂത്ത് എടുക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു താൽക്കാലികമായ ഒരു മരവിപ്പ് ചുണ്ടിനുണ്ടാകുന്നത് താൽക്കാലികമായ സംഭവിക്കാവുന്നൊരു കോംപ്ലിക്കേഷൻസ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നാക്കിനുണ്ടാകുന്ന ചെറിയ തരിപ്പും മരവിപ്പും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. വാ തുറക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാരണം സമയമെടുത്താണ് വിസ്ഡം ടൂത്ത് എടുക്കുക. ഏറ്റവും അങ്ങേയറ്റത്തെ പല്ലാണ്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കിഴി പല്ലെടുത്ത് കഴിയുമ്പോൾ അത്രയും നേരം വാ തുറന്നിരുന്നതിൻ്റെ അസ്വസ്ഥത, അവിടുത്തെ മസിൽസിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മുറിവിനുണ്ടാകുന്ന ആ ടൈറ്റ്നസ്, സ്റ്റിച്ച് ഇടുന്നതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ കാരണം പിറ്റേ ദിവസം തുടങ്ങിയ രോഗിക്ക് വാ തുറക്കാനുള്ള ഭാഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. അതും നമ്മൾ വാ തുറക്കാനും അടയ്ക്കാനുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടുന്ന വിധത്തിലുള്ള കുടിച്ചു തന്നിരുന്ന മരുന്നുകൾ യഥാക്രമം കഴിച്ചാൽ വളരെ കംഫർട്ടബിളായിട്ട് 2-ാം ദിവസം തൊട്ടേ നോർമൽ മൂവ്മെൻറ്റ്സ് എല്ലാം സാധിക്കും. അപ്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിയിൽ കിടക്കുന്ന വിസ്ഡം ടൂത്ത് എടുക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അല്ലാതെ ഉള്ള വിസ്ഡം ടൂത്തിന് പ്രോപ്പറായിട്ട് വിധത്തിൽ ദന്ത സർജറി എടുക്കാൻ സാധിക്കും. ഡോക്ടർ ഇപ്പോൾ ഒരു ഇത് പറഞ്ഞില്ല, അതായത് നമ്മുടെ ഇത്ര
വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ആയിരിക്കും ഈ വിസ്റ്റം ടൂത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആക്ച്വലി എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് പല്ലുവേദന വന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രായപരിധി ശരിക്കും ഉണ്ടോ? അതായത് വിസ്റ്റം ടൂത്തിന് വരുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ പെയിൻ വരുന്നതിനും ഒക്കെ. അല്ല, വിസ്റ്റം ടൂത്ത് വരുന്നത് നമ്മൾ എപ്പോഴും ഓരോ പല്ലും മുളച്ച് വരുന്നതിന് അതിൻ്റെ ഓരോരോ പ്രായപരിധി അത് പഠനങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്രകാരമുള്ള പഠനത്തിൽ നിന്നുള്ള അറിവ് വെച്ചാണ് ഞാനീ പറയുന്നത്. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് സാധാരണ ഈ വിസ്റ്റം ടൂത്ത് കണ്ടുവരുന്നത്. അപ്പോൾ അത് എന്ന് കരുതി ഒട്ടും വരാതെ ഉള്ളിൽ ഒടുങ്ങി കിടക്കാം, അല്ലെങ്കിൽ ചിലരിൽ അത് ടോട്ടലി വരാതെയും വരാം, പല രീതിയിലുണ്ടാകാം. അപ്പോൾ ഒരു ഇത്ര വയസ്സിനുള്ളിൽ വന്നിരിക്കണമെന്നുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. പക്ഷേ സാധാരണ കണ്ടുവരുന്ന പ്രായപരിധി ഈ 18നും 23നും ഇടയ്ക്കാണ്. ഓക്കെ. എല്ലാ വിസ്റ്റം ടൂത്തും നമുക്ക് ഇതുപോലെ സർജറി ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടോ? അല്ല, വിസ്റ്റം ടൂത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പല്ല് പോലെ തന്നെ അതിനെ കാണാം. അതിനെ നമുക്ക് നോർമലായിട്ടുള്ള പൊസിഷനിൽ അത് പ്രോപ്പറായിട്ട് നല്ല ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിധത്തിൽ തന്നെ മുളച്ച് ബാക്കി പല്ല് വന്നാൽ മുളച്ച് വന്നുവെങ്കിൽ അതിനെ നമുക്ക് നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന വിധത്തിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് എല്ലാവിധ ഫങ്ഷൻസും ബാക്കിയുള്ള പല്ലുകൾ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും പ്രശ്നം തരുന്നില്ലാത്തൊരു വിസ്റ്റം ടൂത്തിനെ ഒരു കാരണവശാലും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പലപ്പോഴും ഇത് കുടുങ്ങിക്കിടന്ന് അവിടെ തരുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാരണമാണ് ഈ പറഞ്ഞ വിസ്റ്റം ടൂത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നത്. ഡോക്ടർ, ഈ വിസ്റ്റം ടൂത്ത് എന്നാണ് അവസാനത്തെ അണപ്പല്ലിനെ എല്ലാവരും പറയാറുള്ളത്. എന്തുകൊണ്ടാണ് വിസ്ഡം ടൂത്ത് എന്നതിന് പേര് പറഞ്ഞിരിക്കുന്നത്? എന്തേ ആ ചോദ്യം ചോദിച്ചില്ല ഞാനൊന്ന് ആലോചിക്കാൻ. കാരണം എല്ലാ പബ്ലിക്കും എല്ലാവരും ഈ വിസ്ഡം ടൂത്ത് എന്ന് പറയുമ്പോൾ കാര്യം നമ്മുടെ 32 പല്ലുകളിലെ ഒരെണ്ണമാണെങ്കിലും വിസ്ഡം ടൂത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്നുള്ളൊരു വിധത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം ആ രീതിയിലുള്ള നാമധേയവും അതനുസരിച്ചുള്ള ഉപയോഗവും വളരെ കോമണാണ് നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അതായത് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് 18 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്ക് വരുന്നതാണ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ, അതായത് വളർച്ച പൂർത്തിയാകുന്നത് 18 വയസ്സെന്നുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന പ്രായം 18 വയസ്സെന്നുള്ളതാണ്. അപ്പം ഈ പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വളർച്ച പൂർത്തിയാകുന്ന പ്രായത്തോടനുബന്ധിച്ച് അപ്പം നമ്മുടെ എല്ലാ കോശങ്ങളെയും വളർച്ച ഏകദേശം ആ സമയം 18 വയസ്സുകൊണ്ട് പൂർത്തിയാകുമെന്നുള്ള അനുമാനത്തിലും വിസ്ഡം എന്ന് പറയുന്ന സംഭവത്തിൻ്റെയും ഒരു മാക്സിമം അതിൻ്റെ വളർച്ച ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണം വിവേകത്തോടു കൂടിയ ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യനെ കണ്ടുവരുന്നൊരു പ്രായമെന്ന് പറയുന്നത് 18 വയസ്സിനുള്ളതായതിനാലും ഈ പ്രായത്തിൽ കണ്ടുവരുന്ന മുളച്ചു വരുന്നൊരു പല്ലായതിനാലും ഇത് തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തതിനെ വിസ്ഡം ടൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിന് വിസ്ഡം ടൂത്ത് എന്ന പേര് വന്നത്. തീർച്ചയായിട്ടും 4 പല്ല് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിസ്ഡത്തിൻ്റെ അളവിന് ഒരു കുറവും വരില്ല. വിസ്ഡം ടൂത്ത് എടുത്ത് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഡോക്ടർ, ഈ പല്ലെടുത്ത് കളഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടും എന്ന് പൊതുവെ പറയാറുണ്ട്. അത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിലെ സത്യാവസ്ഥ? ക്യാഷ് നഷ്ടപ്പെടുന്നതാണോ കാഴ്ച നഷ്ടപ്പെടും? ഓക്കെ, അത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ, ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ. അത് തികച്ചും ഒരു മിഥ്യാധാരണ മാത്രമാണ്. കാരണം മേളത്തെ പല്ലെടുക്കുമ്പോൾ മേളത്തെ പല്ലിൻ്റെ പ്രത്യേകിച്ച് മേളത്തെ അണപ്പല്ലെടുക്കുമ്പോൾ അതിന് വളരെ അടുത്തായിട്ടാണ് ഈ കണ്ണിൻ്റെ ആ ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ കണ്ണ് നിലനിൽക്കുന്നത് കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന് പല്ലെടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് മരപ്പിച്ച് കഴിയും. മേളത്തെ പല്ല് മരപ്പിച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ അടിഭാഗം വരെ മരയ്ക്കാം. കാരണം ഈ കുത്തിവയ്ക്കുന്ന മരുന്ന് പറയുന്നത് അത് ഇങ്ങനെ ഒലിച്ചു പോകുന്നൊരു മരുന്നാണ്, മരപ്പിക്കുന്ന സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ടും മേളത്തെ ഈ പറഞ്ഞ ദശയെല്ലാം വളരെ സോഫ്റ്റ് സ്പോഞ്ച് പോലെ സാധനമാണ്. എവിടെ കുത്തിവെച്ചാൽ ഈ ഭാഗം കണ്ണിൻ്റെ അടിഭാഗം വരെ മരവിക്കും. അത് പലർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നത് നോർമലാണ്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പല്ലിന് എടുത്തതിന് ശേഷം ഇത് യാതൊരു കാരണവശാലും ഇതിനോടനുബന്ധിച്ച് കണ്ണിനൊരു കോംപ്ലിക്കേഷൻ വരിക എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒന്നില്ല എന്നുള്ള വസ്തുത ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ചെറു തെറ്റിദ്ധാരണയും വിദ്യാധാരണയും മാത്രമാണ്. ഡോക്ടർ, ഈ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ചിലർക്ക് വയറുവേദന വരാറുണ്ട്, വയറിലെ അസ്വസ്ഥതകളൊക്കെ വരാറുണ്ട്. അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പം നമ്മുടെ ഒരു ദന്തചികിത്സ എന്നതിൽ മാത്രമല്ല പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്നുകൾ മേടിക്കാറുണ്ട്, ഡോക്ടർ കുറിച്ച് തരാറുണ്ട്. അതിനകത്ത് പ്രധാനമായും ഒന്ന് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ വേദന സംഹാരികൾ, ഈ കാര്യങ്ങളൊക്കെ. ഈ വേദന സംഹാരികൾ എന്ന് പറയുന്നത് പൊതുവെ ഇതെല്ലാം ഒരു അസിഡിക് നേച്ചറുള്ള മരുന്നുകളാണ്. അപ്പോൾ വളരെ ലോലമായ നമ്മളുടെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവരിൽ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അസിഡിസിറ്റി പ്രോബ്ലം ഉള്ള ആളുകളിൽ ഈ വെറും വയറ്റിലേക്ക് ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസിഡിസിറ്റി കൂടുകയും അതനുസരിച്ചുള്ള എരിച്ചിലും അസ്വസ്ഥയും കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് വേദന സംഹാരിയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ വേദന സംഹാരി ഒരുപക്ഷെ ആവശ്യത്തിന് ഡോക്ടർ കുറിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഈ ഗുളിക കഴിക്കാവുള്ളൂ. അതായത് ഭക്ഷണത്തിൻ്റെ അളവ് നമ്മുടെ
വയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ അസിഡിസിറ്റി കുറയ്ക്കാൻ സാധിക്കും. വെറും പേര് കഴിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആൻറ്റാസിഡ്സ് എന്ന് പറയും, അതായത് നമ്മുടെ അസിഡിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കൂടെ കഴിച്ച് ചെയ്താൽ ഈ ഒരു അസിഡിസിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള വേദന സംഹാരികൾ കഴിക്കുന്ന വെച്ചുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകൾ കഴിക്കാതിരിക്കുക. സെൽഫ് ട്രീറ്റ്മെൻറ്റ്, സ്വയം ചികിത്സ കഴിവത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് പോലും അറിയില്ല എന്തുമാത്രം അതിനകത്തുള്ള ദൂഷ്യവശങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. അപ്പോൾ മരുന്നുകൾ യഥാക്രമം ഡോക്ടർ പറഞ്ഞാൽ കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കണം, അപ്രകാരം കഴിച്ചിരിക്കണം. ആൻറ്റാസിഡ്സ് അല്ലെങ്കിൽ അസിഡിറ്റി വരാതിരിക്കാൻ വേണ്ടി കുറിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾ കഴിക്കണം. അപ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അസ്വസ്ഥതകൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ചില മരുന്നുകളുണ്ട്, പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾക്ക് അസിഡിറ്റി അധികം വരാത്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാൻ വേദന സംഹാരിയായിട്ട്. അതേപോലെ ആൻറ്റിബയോട്ടിക്കും ചില മരുന്നുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് കഴിക്കും ചിലർക്ക് ഡയറിയ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അപ്പം ഡോക്ടറോട് നിർദ്ദേശിക്കണം. അതായത് എന്തായാലും കുറിച്ച് തന്നതല്ലേ, മേടിച്ച് വെച്ചതല്ലേ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണ്ടുകൊണ്ട് പോകുന്ന 5 ദിവസം കഴിച്ച് അസ്വസ്ഥത കൂട്ടുന്നതിന് പകരം ഡോക്ടർ പറഞ്ഞ് തീർച്ചയായിട്ടും ആ മരുന്ന് മാറ്റിക്കുറിച്ച് അതിന് തക്കതായ വിധത്തിലുള്ളൊരു പ്രതിവിധി വേറെ മരുന്ന് ഓൾട്ടർനേറ്റ് മരുന്ന് ഡോക്ടർ കുറിച്ച് തരികയും നിങ്ങൾക്കുള്ള രോഗത്തിന് ശമനവും അതനുസരിച്ച് സപ്പോർട്ടും കിട്ടും. ഡോക്ടർ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയും. ആക്ച്വലി ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. ഈ പേരെന്താണ്, ഈ ടേംസ് ഒക്കെ ആക്ച്വലി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ BDS അല്ലെങ്കിൽ ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ ദന്തശാസ്ത്രത്തിലെ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ 9 വിഷയങ്ങളിൽ നമുക്ക് ബിരുദാനന്തര ബിരുദം നേടാം. അതിൽ ഒരു വിഷയമാണ് ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുന്നത്. റൂട്ട് കനാലിൻ്റെ സ്പെഷ്യലിസ്റ്റ് പോലെ, പല്ല് സെറ്റ് വെച്ചെടുക്കാനും അതനുസരിച്ചുള്ള സ്പെഷ്യലിസ്റ്റ് പോലെ തന്നെ ഡെൻറ്റിസ്ട്രിയിലെ സർജിക്കൽ കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പേർട്ടീസ് നേടുന്ന 3 വർഷ കാലയളവിലേക്ക് വിവിധ വിധത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് സർജറീസും കാര്യങ്ങൾക്കും ട്രെയിൻ ചെയ്യിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുന്നത്. ഈ ഒരു വിഭാഗം അത് കവർ ചെയ്യുന്ന ഒരു ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ടുള്ള പല്ലെടുക്കുന്നത് മുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിസ്റ്റം ടൂത്തിൻ്റെ മാറ്റുന്നിടം വരെ, വായ്ക്കുള്ളിലുണ്ടാകുന്ന സിസ്റ്റ് അല്ലെങ്കിൽ ട്യൂമറുകൾ, ഓറൽ ക്യാൻസറുകൾ, നമ്മളുടെ താടികളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻ, ഇതൊക്കെ വായ്ക്കുള്ളിലെ ചികിത്സാ രീതികൾ മാത്രമാണ്. ഇത് കൂടാതെ മുഖത്തും നമുക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വളരെ വർദ്ധിച്ചു വരുന്നതാണ് ഈ ആക്സിഡൻറ്റുകൾ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, വീഴ്ച മൂലമുള്ള ആക്സിഡൻറ്റ്. മുഖഭാവത്തുള്ള ഏത് അസ്ഥിക്കും പൊട്ടലുണ്ടായാൽ, അല്ലെങ്കിൽ കീഴ്ത്താടിയിലായിരിക്കാം, മേൽത്താടിയിലായിരിക്കാം, കവിളിലായിരിക്കാം, കണ്ണിന് ചുറ്റുമുള്ളതായിരിക്കാം, മേൽത്താടി ഈ ഭാഗത്തായിരിക്കാം, പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ചികിത്സിക്കുന്നത് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസാണ്. ഈ പ്രകാരമുള്ള ചികിത്സകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ അതനുസരിച്ചുള്ള ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ബോധം കെട്ട് സർജറി ചെയ്തിട്ട് ചികിത്സിക്കുന്നതാണ്. പ്ലേറ്റ് സ്ക്രൂസ് ഒക്കെ വെച്ച് കറക്റ്റ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരുടെയും മുഖത്തിൻ്റെ ഉള്ള ആകൃതി, അവരുടെ വലിപ്പം അല്ലെ രൂപം, അവരുടെ അപ്പിയറൻസ്, കാഴ്ചയ്ക്ക് അവരുടെ ഒരു അപ്പിയറൻസ് കോൺഫിഡൻസ് ഇല്ലായ്മ, അത് ചിലപ്പം താടിയെല്ലുകളുടെ ക്രമാതീതമായ വളർച്ച, അല്ലെങ്കിൽ ചിലപ്പോൾ കീഴ്ത്താടിയിലെ ആയിരിക്കാം, മേൽത്താടിയിലെ ആയിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മുഖത്തിനുള്ള പ്രപ്പോർഷൻ മാറുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളുടെ വളർച്ച കൂടുതലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖം നമുക്ക് പോലും ഒരു സ്വീകാര്യമല്ലാത്തതും നമ്മുടെ കോൺഫിഡൻസ് അങ്ങേയറ്റം മാറ്റുന്നൊരു സംഭവം കൂടിയാണ്. അപ്പം ഇപ്രകാരമുള്ള പേഷ്യൻസ് നമ്മളെ പലപ്പോഴും സമീപിക്കുമ്പോൾ ഏത് ഭാഗത്താണ് ഇതനുസരിച്ചുള്ള കുറവാണോ കൂടുതലാണോ, അതായത് വളർച്ച കുറവാണോ വളർച്ച കൂടുതലാണോ പോലെ നമ്മൾ പഠനം നടത്തി അതിൽ നിന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള വളരെ വിദഗ്ധമായ സ്പെഷ്യാലിറ്റി സർജറിയാണ്. അതായത് കോസ്മെറ്റിക് ഫേഷ്യൽ സർജറി എന്ന് പറയും, അല്ലെങ്കിൽ ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയും. അതായത് താടിയെല്ലുകളുടെ ഏറ്റക്കുറച്ചിൽ കുറച്ച് മുഖത്തിന് ഏറ്റവും സ്വീകാര്യമായ ഓരോരുത്തരുടെ ആ വടിവിനൊത്ത ഷേപ്പ് നൽകി ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ 3, 4, 5 മണിക്കൂർ എടുക്കുന്ന സർജറികൾ എന്തൊക്കെ ഹോസ്പിറ്റലിൽ, അങ്ങനത്തെ സർജറികൾ ചെയ്യുന്നതും ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയാണ്. പിന്നെ അതുകൂടാതെ നമ്മളുടെ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം, നമ്മുടെ ഡെൻ്റൽ കൗൺസിലിൻ്റെ ഇത് പ്രകാരം ഫേഷ്യൽ എസ്തെറ്റിക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. മുഖത്തുണ്ടാകുന്ന ആൻറ്റി ഏജിങ് സർജറീസ്, അതായത് മുഖത്തുണ്ടാകുന്ന ചുളുക്കുകൾ, പാടുകൾ, അല്ലെങ്കിൽ അത് റിങ്കിൾസ്, അതനുസരിച്ചുള്ള അതിനുള്ള ചികിത്സകളും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രാഗൽഭ്യവും നമ്മുടെ ഇപ്പോഴത്തെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസിന് ഉണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം ക്രേനിയോ ഫേഷ്യൽ സർജറി എന്ന് പറയും, തലയോട്ടിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ന്യൂറോ സർജൻസിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് മാക്സിലോഫേഷ്യൽ സർജൻസ് ഓപ്പറേറ്റ് ചെയ്ത് ചികിത്സ ഭേദമാക്കുന്നതാണ്. അതേപോലെ നിലവിലിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും നമ്മളുടെ 3 വർഷ ആ പാഠ്യപദ്ധതിയിൽ MDS ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറഞ്ഞ പാഠ്യപദ്ധതിയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു മാക്സിലോഫേഷ്യൽ സർജനെ പൂർണ്ണ രൂപത്തിൽ 3 വർഷം പ്രോപ്പറായ, അത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ, ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ, ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, ENT ഡിപ്പാർട്ട്മെൻറ്റിൽ, ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇങ്ങനെ ക്ലെഫ്റ്റ് സർജറി ഇങ്ങനത്തെ ഉള്ള, പിന്നെ മുച്ചുണ്ട്
മുച്ചുണ്ട് അതിൻ്റെ സർജറി, വിദഗ്ധമായ ചികിത്സ കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ വിദഗ്ധമായ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും 1, 2, 3 മാസം കാലയളവിൽ പോസ്റ്റിംഗ് ഇട്ട് അവിടുന്ന് ട്രെയിനിങ് കിട്ടി, അതനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വേണ്ടുന്ന വിധത്തിൽ അസസ്മെൻറ്റ് നടത്തി പരീക്ഷ പാസ്സായി ഇറങ്ങുന്നതാണ് ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജന്മാർ. അപ്പം ഞാൻ ഏകദേശം ഒരു രൂപരേഖ തന്നു കഴിഞ്ഞു, എന്തൊക്കെയാണ് ഈ സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ചികിത്സയിലാണ് ചെയ്യാനാണ് ഇവർക്ക് നൈപുണ്യവും കഴിവും ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ പല്ല് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പല്ല് പറിക്കുക, അത് വെക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അറിയാത്തൊരു കാര്യവും തീർച്ചയായിട്ടും അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും ആഴത്തിൽ ജനങ്ങളോട് നിങ്ങളുടെ അടുത്ത് ഇടപെടുമ്പോൾ ഇതുപോലുള്ള വസ്തുതകളും കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിക്കാമെന്നുള്ള ഒരു ഉത്തരവാദിത്വം അതോടൊപ്പം തന്നെ ഉള്ളൊരു കർത്തവ്യം നിങ്ങളിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതനുസരിച്ച് വരും കാലങ്ങളിൽ ബാക്കി ഇതേപോലെയുള്ള വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന് വേണ്ടുന്ന ഉതകുന്ന സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡോക്ടർ ടോക്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ ടോക്ക് ആയിരുന്നു. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള പബ്ലിക് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദന്താരോഗ്യം എപ്പിസോഡ് 1 ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഇൻ്റർവ്യൂ സെഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഈപ്പൻ തോമസ് ആണ്. താങ്ക് യു ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം നമുക്ക് പല്ലെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഓഡിയൻസിനെ അറിയിക്കാൻ വേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, അവർക്കുള്ള സംശയങ്ങളുണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ആക്കി തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി. അതോടൊപ്പം എല്ലാവരുടെയും ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു.